എന്താ മിത്ര നീ പറയുന്നത്? സേറ എവിടെ? ഫ്രാൻസിസ് ദേഷ്യത്തോട് ചോദിച്ചു. ഞാൻ പറഞ്ഞത് സത്യം അങ്കിൾ. സേറയെ ക്രിസ്റ്റിച്ചായനും ഗിരിയേട്ടനും കൂടി കൊണ്ടുപോയി. ഞാൻ എതിർത്തെങ്കിലും എന്നോട് ദേഷ്യപ്പെട്ടു. മിത്ര വിഷമത്തോട് പറഞ്ഞു. ഇച്ചായ, നമ്മുടെ മോള്. അന്നമ്മ അത് കേട്ട് അയാളെ വിളിച്ച് കരഞ്ഞു. യോസഫേ, എന്താ നമ്മളിനി ചെയ്യുന്നത്? അയാൾ വിഷമത്തോട് ചോദിച്ചു. എനിക്ക് അപ്പോഴേ തോന്നിയതാ അവൻ ജയിലിൽ നിന്ന് ഇറങ്ങിയ അവൻ എന്തേലും വാശി കാണിക്കുമെന്ന്. പക്ഷെ മോളെ വെച്ച് കളിക്കുമെന്ന് ഞാൻ കരുതിയില്ല. നീ വിഷമിക്കാതിരിക്കുക. ഞാൻ നമ്മുടെ ജോർജിനെ ഒന്ന് വിളിക്കട്ടെ. അവൻ ആരും അറിയാതെ അന്വേഷിച്ചോളും. അയാൾ ഫ്രാൻസിസിനെ നോക്കി പറഞ്ഞതും അയാൾ വിഷമത്തോടെ കസേരയിലേക്കിരുന്നു. ഒപ്പിട്. രജിസ്റ്റർ ഓഫീസിൽ ഓഫീസറിന്റെ മുൻപിൽ നിൽക്കുകയാണ് ക്രിസ്റ്റിയും സെറയും. അവൻ പറയുന്നത് കേട്ടതും അവൾ തലയാട്ടിക്കൊണ്ട് ഒപ്പിട്ടു. അവൻ പോക്കറ്റിൽ നിന്നും ഒരു മിന്നുമാല എടുത്ത് അവൾക്ക് നേരെ ഉയർത്തി. പിന്നെ അത് അവളുടെ കഴുത്തിലേക്ക് കെട്ടിക്കൊടുത്തതും അവൾ നിറഞ്ഞ കണ്ണുകളോടെയും മനസ്സോടെയും അത് ഏറ്റുവാങ്ങി. പോക്കറ്റിൽ നിന്നും കുറച്ച് പൈസ എടുത്ത് ആ ഓഫീസറിന്റെ മുൻപിലേക്ക് നീട്ടിയതും അയാളത് ചിരിച്ചുകൊണ്ട് വാങ്ങി. കുറവെന്തേലും ഉണ്ടെങ്കിൽ പറയണം, ക്രിസ്റ്റി അയാളെ നോക്കി പറഞ്ഞു. ഏയ്, ഇത് മതി. അയാൾ പറഞ്ഞതും ക്രിസ്റ്റി ചിരിച്ചു. അയാളോട് നന്ദിയും പറഞ്ഞ് അവർ 3 പേരും കൂടി പുറത്തേക്കിറങ്ങി. ഇച്ചായ, നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? രജിസ്റ്റർ ഓഫീസിൽ നിന്നും ഇറങ്ങിയതും അവൾ അവൻ്റെ കയ്യിൽ തോണ്ടി സംശയത്തോട് ചോദിച്ചു. നിന്റെ വീട്ടിലേക്ക്. അവൻ അവളെ നോക്കി പുച്ഛത്തോടെ പറഞ്ഞു. എൻ്റെ വീട്ടിലോ? ഇച്ചായൻ തനി അങ്ങ് പോയാൽ മതി. ഞാനങ്ങും വരുന്നില്ല. പിന്നെ നിങ്ങളുടെ കൂടെ ഇറങ്ങി വന്നിട്ട് ഇനി അവിടെ പോയി നിൽക്കാം. എൻ്റെ പട്ടി വരും. വല്ല വീടും വാടകയ്ക്ക് എടുക്കാൻ നോക്ക്. അവൾ അവനെ പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു. അങ്ങനെ മറ്റേതെങ്കിലും വാടക വീട്ടിൽ പോയി താമസിച്ചാ ഞാൻ നിന്നെ സ്നേഹിക്കുന്നത് എങ്ങനെയാ ഭാര്യയെ നിന്റെ വീട്ടുകാർ കാണുന്നത്? എനിക്ക് അത് വേണ്ടേ അവരെ കാണിക്കാൻ? അവൻ അവളെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. പിന്നെ ഇപ്പം അങ്ങോട്ട് ചെല്ല്. നിങ്ങളെയും എന്നെയും ബൈബിളും തന്ന് കൈയും പിടിച്ച് കയറ്റും അവിടെയുള്ളവർ. ഇറക്കി വിടും മനുഷ്യ നമ്മളെ. നാണം കിടും നമ്മൾ. അവൾ അവനെ നോക്കി പറഞ്ഞു. അത് നിന്റെ വീട്ടിൽ കയറിയാലല്ലേ ഇറക്കി വിടുള്ളൂ. എൻ്റെ വലിയപ്പച്ചൻ എനിക്ക് വേണ്ടി എഴുതി തന്ന ഒരു കൊച്ചു 1 നില വീടുണ്ട് നിന്റെ വീടിൻ്റെ അടുത്ത്. അവിടെ കയറി താമസിക്കാൻ നിന്റെ അപ്പൻ്റെ സമ്മതം പോലും ഈ ക്രിസ്റ്റിക്ക് വേണ്ട. അവൻ മുണ്ടൊന്ന് മടക്കി കുത്തി ദേഷ്യത്തോടെ പറഞ്ഞു. അപ്പോഴാണ് അവളും അതിനെപ്പറ്റി ഓർക്കുന്നത്. ക്രിസ്റ്റിച്ചായൻ അവിടെ വന്ന് താമസിക്കുന്നത് വീട്ടിലാർക്കും ഇഷ്ടമല്ലാത്തതുകൊണ്ട് വലിയപ്പച്ചൻ ഇച്ചായൻ്റെ പേരിൽ എഴുതി കൊടുത്തതാണ് ആ വീട്. അപ്പോൾ നമുക്ക് പോയാലോ ഭാര്യയെ, ബദേൽ കുടുംബത്തിലേക്ക്? അവൻ പറഞ്ഞതും അവൾ തലയാട്ടി. അവർ 3 പേരും കാറിലേക്ക് കയറി. ഇപ്പോഴും അതേപോലെ തന്നെയായിരുന്നു ഇരുന്നത്. ക്രിസ്റ്റിയും അവളും ബാക്കിലത്തെ സീറ്റിലും ഗിരി ഡ്രൈവർ സീറ്റിലേക്കും കയറി. അതെ ഇച്ചായ, വീട്ടിലേക്ക് ചെല്ലുന്നതിന് മുൻപേ എനിക്ക് എന്തേലും കഴിക്കാൻ വാങ്ങിത്തരണേ. വിശന്നിട്ട് വയ്യ. രാവിലെ കഴിച്ചിട്ട് എക്സാമിന് പോയതാ. അവൾ വയറ്റിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞതും അവനൊന്ന് മൂളി. പോകുന്ന വഴിയിൽ ഒരു റെസ്റ്റോറൻറ്റിൽ വണ്ടി നിർത്തി അവൾക്ക് ചോറ് വാങ്ങിച്ചു കൊടുത്തിട്ടാണ് അവർ മടങ്ങിയത്. കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞതും അവർ സേറയുടെ വീട്ടിൽ എത്തിച്ചേർന്നു. മുറ്റത്തൊരു കാറ് വന്ന് നിന്നതും കുടുംബത്തിലുള്ള എല്ലാവരും അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നിരുന്നു. ഡ്രൈവർ സീറ്റിൽ നിന്നും ഗിരി ഇറങ്ങിയതും അവർ എല്ലാം സംശയത്തോടെ കാറിലേക്ക് നോക്കി. ബാക്കിൽ നിന്നും വലത് കാലെടുത്ത് വെച്ച് ക്രിസ്റ്റി ഇറങ്ങിയതും ആകാശത്തു നിന്നും ഒരു മഴത്തുള്ളി അവൻ്റെ മുഖത്ത് പതിച്ചു. അവൻ മുകളിലേക്ക് നോക്കി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് കാറിലേക്കും നോക്കി. അവന് പുറകെ അവളും കാറിൽ നിന്നും ഇറങ്ങിയതും അവളുടെ മാറോട് ചേർന്ന് കിടക്കുന്ന അവൻ്റെ മിന്നു കണ്ട് അന്നമ്മ പൊട്ടിക്കരഞ്ഞു. ക്രിസ്റ്റി പുച്ഛത്തോടെ തൻ്റെ മുൻപിൽ നിൽക്കുന്നവരെ നോക്കി. സേറ സങ്കടത്തോടെ നോക്കി. എങ്കിൽ അവൾ ഉള്ളിൽ സന്തോഷിക്കുകയായിരുന്നു. ഡാ! യോസഫ് അവൻ്റെ അടുത്തേക്ക് ചെന്ന് അവൻ്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ചതും ക്രിസ്റ്റി ആ കൈകളെ പുച്ഛത്തോടെ എടുത്തു മാറ്റി. എന്താ? അവൻ മുണ്ട് മടക്കി കുത്തിക്കൊണ്ട് ചോദിച്ചു. ഞങ്ങളോടുള്ള ദേഷ്യത്തിനല്ലേ നീ ഞങ്ങളുടെ മോളെ? അയാൾ ദേഷ്യത്തോടെ അവനോട് ചോദിച്ചു. തീർച്ചയായിട്ടും, അവൻ പുച്ഛച്ചിരിയോടെ പറഞ്ഞു. അപ്പേ, വലിയപ്പേ! അവൾ എല്ലാവരെയും നോക്കി വിളിച്ചു. മോളെ! അന്നമ്മ അവളെ കണ്ട് ഓടിച്ചെന്നു. എൻ്റെ മിന്നുകെട്ട് കഴിഞ്ഞു മമ്മി, അവൾ വിഷമത്തോടെ പറഞ്ഞു. ഡാ, നീ എൻ്റെ കുഞ്ഞിനെ, നിനക്ക് എന്താടാ? നീ ഞങ്ങളോട് എന്തിനാ ഇങ്ങനെ ദ്രോഹം മാത്രം ചെയ്യുന്നത്? അന്നം തന്ന കൈകളിൽ തന്നെ കൊത്തിയതെന്തിനാ? അവളുടെ പപ്പ ഫ്രാൻസിസ് ഇറങ്ങി വന്ന ദേഷ്യത്തോടെ അവനോട് ചോദിച്ചു. അവൻ എന്താ അനിയാ? ഇവിടുത്തെ സ്വത്തും പണവും വേണം. അതിനല്ലേ അവൻ നമ്മുടെ അപ്പച്ചനെ അമ്മച്ചയും കൊന്നത്. അത് പിടിക്കപ്പെട്ടപ്പോൾ നമ്മുടെ മോളെ വെച്ച് കളിക്കാൻ ഇറങ്ങിയേക്കും അവൻ. നീ വിചാരിക്കുന്ന ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. ഇവളെ കെട്ടിയെന്ന് പറഞ്ഞ് നിനക്ക് ഇവിടുന്ന് ഒരു തരി മണ്ണ് പോലും കിട്ടാൻ പോകുന്നില്ല, യോസഫ് പുച്ഛത്തോടെ പറഞ്ഞു. അതിനാർക്ക് വേണം നിങ്ങളുടെ സ്വത്തും പണവും ഒക്കെ? എനിക്കിവിടുന്ന് ഒരു കോപ്പും വേണ്ട. നിങ്ങളെല്ലാവരും കൂടി അതങ്ങ് പുഴുങ്ങി തിന്ന്. എൻ്റെ അപ്പച്ചനും അമ്മച്ചിയും എനിക്ക് തന്നിട്ടുള്ള മണ്ണുണ്ട് ഇവിടെ. അതിൽ അവകാശം എനിക്ക് മാത്രമേ ഉള്ളൂ. അവിടെ താമസിക്കാൻ എനിക്ക് നിങ്ങളുടെ ഔദാര്യമൊന്നും വേണ്ട, അവൻ ദേഷ്യത്തോടെ തിരികെ പറഞ്ഞു. തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തി മിന്നു കിട്ടുന്നതിൽ ഒരു ലീഗൽ വാലിഡിറ്റിയും ഇല്ല. യോസഫ് അതും പറഞ്ഞ് സേറയുടെ കഴുത്തിൽ കിടക്കുന്ന മിന്നിൽ പിടിച്ചതും സേറ ക്രിസ്റ്റിയെ നോക്കി. ക്രിസ്റ്റി അയാളുടെ കയ്യിൽ ബലമായി പിടിച്ച് താഴ്ത്തി. അയാൾ ദേഷ്യത്തോടെ വീണ്ടും അവനെ നോക്കി. ലീഗൽ വാലിഡിറ്റി ഉണ്ടോ ഇല്ലേ എന്നൊക്കെ പിന്നെ തീരുമാനിക്കാം. ഇപ്പോൾ ഇവളെൻ്റെ ഭാര്യയാണ്. ഇവളുടെ കഴുത്തിൽ മിന്നു കെട്ടിയത് ഈ ക്രിസ്റ്റിയാ.
ഇനി ഇത് ഇവളുടെ കഴുത്തിൽ നിന്നും അഴിക്കണോ വേണ്ടായോ എന്ന് അവളുടെ ഭർത്താവായി ഞാൻ തീരുമാനിക്കും. മറ്റൊരുത്തൻ്റെയും കൈകൾ ഇവളുടെ മിന്നിൽ പതിയരുത്. പതിഞ്ഞാൽ അവൻ കൈ ചൂണ്ടി ദേഷ്യത്തോടെ പറഞ്ഞു, എനിക്ക് എൻ്റെ വല്യപ്പച്ചനും അമ്മച്ചിയും തന്ന മണ്ണും വീടുമാണിത്. ഇനി മുതൽ ഇവിടെ താമസിക്കുന്നത് ഞാനും എൻ്റെ പെണ്ണുമായിരിക്കും. ഒറ്റ ഒരെണ്ണം അവിടെ കാലുകുത്തി പോവരുത്, അവൻ ദേഷ്യത്തോടെ പറഞ്ഞു. പിന്നെ സേറയുടെ കയ്യിൽ പിടിച്ച് അവൻ അങ്ങോട്ടേക്ക് നടന്നു. അവൾ ദയനീയമായി എല്ലാവരെയും നോക്കി. അവളുടെ പപ്പ ഫ്രാൻസിസും അന്നമ്മയും യോസഫും ഭാര്യയും അത് നോക്കി നിന്നു. അന്നമ്മ പൊട്ടിക്കരഞ്ഞു. പിന്നെ ഒരു കാര്യം കൂടി, ക്രിസ്റ്റി തിരിഞ്ഞു നിന്നുകൊണ്ട് പറഞ്ഞതും എല്ലാവരും സംശയത്തോടെ അവനെ നോക്കി. എൻ്റെ അപ്പച്ചനെയും അമ്മച്ചയും കൊന്നതാര്? എന്തിന്? അതിനുള്ള ഉത്തരം കണ്ടെത്തി ക്രിസ്റ്റി വരും. അന്ന് ഞാനാണത് ചെയ്തതെന്ന് പറഞ്ഞ എല്ലാവരും ഇവിടെ തന്നെ കാണണം, അവൻ ദേഷ്യത്തോടെ പറഞ്ഞിട്ട് അവളുടെ കയ്യിൽ പിടിച്ച് ആ വീടിൻ്റെ സൈഡിലേക്ക് നടന്നു. അവിടെ ഒരു കൊച്ചു ഒരു നില വീടിൻ്റെ മുൻപിൽ ചെന്ന് ഗിരിയും അവനും അവളും നിന്നു. ഇവിടെ നിന്നെ കൈപിടിച്ച് കയറ്റാനോ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കാനോ ഒന്നും ആരുമില്ല. അതുകൊണ്ട് എൻ്റെ ഭാര്യ വലതുകാല് വെച്ചങ്ങ് കയറിക്കോ, അവൻ പറഞ്ഞതും അവൾ തലയാട്ടി. അവൾ വലതുകാലിലെടുത്ത് വെച്ച് ആ വീട്ടിലേക്ക് കയറി. വല്യപ്പച്ചനും അമ്മച്ചിയും അവരെ അനുഗ്രഹിച്ചതുപോലെ മഴ പെയ്തു തുടങ്ങി. അവൻ വാതിൽ തുറന്നതും അവർ 3 പേരും അകത്തേക്ക് കയറി. നല്ല മഴയാണല്ലോ ക്രിസ്റ്റി, ഗിരി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നീ സാധനങ്ങളൊക്കെ വാങ്ങി ഇവിടെ വെച്ചിട്ടില്ലേ? ക്രിസ്റ്റി സംശയത്തോടെ ഗിരിയോട് തിരികെ ചോദിച്ചു. അടുക്കളയിലേക്ക് വേണ്ടുന്ന സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെ ഇനി വൈകിട്ടത്തേക്ക് നിങ്ങളൊന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ട. അമ്മ നല്ല ചീനി വേവിച്ചതും മീൻകറിയും തന്നുവിടാന്ന് പറഞ്ഞിട്ടുണ്ട്, ഗിരി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. പോയി 2 കട്ടൻ കാപ്പി ഇട്ടിട്ട് വാ. അവരെ രണ്ടുപേരെയും നോക്കി നിൽക്കുന്ന സേറയെ നോക്കി ക്രിസ്റ്റി പറഞ്ഞു. ഞാനോ? അത് കേട്ടതും അവൾ ഞെട്ടി സംശയത്തോടെ അവനോട് ചോദിച്ചു. പിന്നെ നീയല്ലാതെ ഞാനോ? പോയിട്ട് വാടി, അവൻ ദേഷ്യത്തോടെ വീണ്ടും പറഞ്ഞു. എന്നെ എനിക്കെങ്ങും അറിയാമേല. എൻ്റെ വീട്ടിൽ പോലും ഞാൻ സ്വന്തമായിട്ട് ഒരു ഗ്ലാസ് കാപ്പി ഇട്ട് കുടിച്ചിട്ടില്ല. അപ്പോഴാണ് ഇനി ഇവിടെ വന്നിടാൻ പോകുന്നത്. വല്ല സെർവൻറ്റിനെ വെക്കാൻ നോക്ക്, അവൾ അവനെ നോക്കി പുച്ഛിച്ചു. നീയുള്ളപ്പോൾ പുറത്തു നിന്നും എന്തിനാ ഒരു സെർവൻറ്റ്? പിന്നെ നിന്നെ കെട്ടിക്കൊണ്ട് വന്നത് എന്തിനാ? ഭാര്യമാർ സെർവൻ്റ് ആണെന്ന് ഇച്ചായനോട് ആരാ പറഞ്ഞത്? എന്നെ ഡിഗ്രി ബാക്കി പഠിപ്പിച്ചില്ലെങ്കിലാ എൻ്റെ കുണം മാറുന്നത്, അവൾ കൈ ചൂണ്ടി ദേഷ്യത്തോടെ തിരികെ പറഞ്ഞു. എന്തോ? എങ്ങനെ? അവൻ ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റ് മുണ്ടൊന്ന് മടക്കി കുത്തി അവളുടെ അടുത്തേക്ക് നടന്നു. അവൾ ചൂണ്ടിയിരുന്ന കൈകൾ പതിയെ അവൾ അല്ല, എന്നെ എന്നെ പഠിപ്പിക്കാൻ വിടാൻ, അവൻ്റെ ദേഷ്യം കണ്ട് അവൾ പേടിയോടെ പറഞ്ഞു. അങ്ങനെ മര്യാദയ്ക്ക് പറ. നിന്റെ കുടുംബക്കാരെന്നെ ഭരിക്കുന്നത് പോലെ എന്നെ ഭരിക്കാൻ വന്നാലുണ്ടല്ലോ, ഭിത്തിയിൽ നിന്നും വടിച്ചെടുക്കേണ്ടി വരും നിന്നെ, അവൻ ദേഷ്യത്തോടെ പറഞ്ഞതും അവൾ തലയാട്ടി. ദുഷ്ടൻ, അവൾ പതിയെ അവൻ കേൾക്കാതെ പിറുപിറുത്തു. എന്താടി? അവൾ എന്തോ പറയുന്നത് പോലെ കേട്ടതും അവൻ സംശയത്തോടെ ചോദിച്ചു. മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി നിൽക്കാൻ ഞാൻ എന്നോട് തന്നെ പറഞ്ഞതാ, അവൾ അവനെ നോക്കി സൗമ്യമായി തന്നെ പറഞ്ഞു. അങ്ങനെ മര്യാദയ്ക്ക് നിന്നാൽ നിനക്ക് കൊള്ളാം, അവൻ പറഞ്ഞതും അവൾ വീണ്ടും തലയാട്ടി. അവൾ അതൊന്നുമല്ല പറഞ്ഞതെന്നും അവനെ ചീത്ത വിളിച്ചതാണെന്നും അവന് നന്നായിട്ട് മനസ്സിലായിരുന്നു. എങ്കിലും അത് മനസ്സിലാകാത്തതുപോലെ അവളുടെ മുൻപിൽ അവൻ നടിച്ചു. മഴ കുറച്ചൊന്ന് തോന്നുന്നു. ഞാൻ പോട്ടേടാ, വൈകിട്ട് വരാം. രണ്ടും കൂടി അടിയുണ്ടാക്കി ഈ വീട് തിരിച്ചു വെക്കരുത്. വൈകിട്ട് ഞാൻ വരുമ്പോഴും ഇതുപോലെ തന്നെ ഇവിടെ കാണണം, ഗിരി അവനെ നോക്കി പറഞ്ഞതും അവൻ തലയാട്ടിയിരുന്നു. ഗിരി അവനെയും അവളെയും നോക്കി യാത്ര പറഞ്ഞിട്ട് അവിടെ നിന്നും ഇറങ്ങി. അതെ, എനിക്ക് ഡ്രസ്സൊന്നും ഇല്ല ഇടാൻ. ഗിരി പോയതും സേറ അവനെ നോക്കി പറഞ്ഞു. ഡ്രസ്സില്ലെങ്കിൽ നീ തുണിയില്ലാതെ നടന്നോ, അവൻ പുച്ഛിച്ചുകൊണ്ട് തിരികെ പറഞ്ഞു. അയ്യേ, വൃത്തികേട്, അവൾ മുഖം കൂട്ടി പറഞ്ഞു. ഹേയ്, ഞാൻ കണ്ടിട്ട് അത് വൃത്തികേടായിട്ടൊന്നും തോന്നിയിട്ടില്ല, നല്ല വൃത്തിയായിരുന്നു. അത് പിന്നെ 7 വർഷം മുമ്പല്ലേ, ഇപ്പം എന്താണെന്ന് എനിക്കറിയില്ല, അവൻ അവളെ നോക്കി കുസൃതി ചിരിയോടെ പറയുന്നത് കേട്ടതും അവൾ വായും തുറന്ന് അവൻ്റെ മുഖത്തേക്ക് നോക്കി. എന്താടി? അവളുടെ വായും തുറന്നുള്ള നിൽപ്പ് കണ്ട് അവൻ വീണ്ടും ചോദിച്ചു. എല്ലാം ഓർമ്മയുണ്ടല്ലോ, അവൾ സംശയത്തോടെ പറഞ്ഞു. അങ്ങനെ എനിക്ക് മറക്കാൻ പറ്റുമോ? ആദ്യമായിട്ട് കണ്ടതല്ലേ, അതും നല്ല വെടിപ്പായിട്ട് കണ്ടത്, അവൻ പറയുന്നത് കേട്ട് അവൾ വായും തുറന്ന് വീണ്ടും അവനെ നോക്കി നിന്നു. ഇനി അവിടെ നിന്നാൽ അവൻ്റെ വായിൽ നിന്നും പലതും കേൾക്കേണ്ടി വരുമെന്ന് മനസ്സിലായ അവൾ പതിയെ അവിടെ നിന്നും റൂമിലേക്ക് വലിഞ്ഞു. അവളുടെ ആ പോക്ക് കണ്ട് അവൻ ഊറിച്ചിരിച്ചുകൊണ്ട് ഫോണിലേക്ക് നോക്കിയിരുന്നു. മുറിയിലേക്ക് കയറി അവൾ കട്ടിലിൽ ചെന്നിരുന്ന് ആലോചിച്ചു. 7 വർഷങ്ങൾക്ക് മുൻപ് വല്യപ്പച്ചനും അമ്മച്ചിയും ഞാനും ഇച്ചാനും മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാവരും പള്ളിപ്പെരുന്നാളിന് പോയേക്കുമായിരുന്നു. അന്ന് 13 വയസ്സേ ഉള്ളൂ. ചിലന്തിയെ ഭയങ്കര പേടിയാണ് അന്നും ഇന്നും. അന്ന് ബാത്റൂമിൽ കുളിക്കാൻ കയറിയപ്പോഴാണ് വലിയൊരു ചിലന്തി ബാത്റൂമിൽ ഇരിക്കുന്നത് കണ്ടത്. അപ്പോഴേക്കും ഡ്രസ്സൊക്കെ മാറിയിരുന്നു. ചിലന്തിയെ കണ്ടതും മുന്നും പിന്നും നോക്കാതെ ബാത്റൂമിൽ നിന്നും ഇറങ്ങിയതും ആ റൂമിലേക്ക് കയറി വന്ന ഇച്ചായനെയാണ് കാണുന്നത്. ഇച്ചായൻ അടിമുടി എന്നെ ഒന്ന് നോക്കി. ആ നോട്ടം മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ, പിന്നെ എല്ലാം പുകയായിരുന്നു. ഇച്ചായൻ്റെ മുമ്പേ അങ്ങനെ നിൽക്കേണ്ടി വന്നു എന്ന് കരുതി
ിലും പിഴിച്ചിലും ഇച്ചായൻ പിന്നെ ഓരോന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചതും എനിക്ക് ഡ്രസ്സ് എടുത്ത് തന്നതും ഞാൻ അപ്പച്ചൻ്റെ അമ്മച്ചിയുടെ അടുത്ത് പോയി സങ്കടം പറഞ്ഞതും അമ്മച്ചി അപ്പച്ചനും അറിഞ്ഞ് ഞങ്ങളെ കളിയാക്കിയതും നീ ഇവളെ തന്നെ വളരുമ്പോൾ അങ്ങ് കെട്ടി കൂടെ പൊറപ്പിച്ചോ അപ്പോൾ അവളുടെ വിഷമം മാറിക്കോളൂ എന്ന് പറഞ്ഞ് വല്യമ്മച്ചി അവരെ കളിയാക്കുന്നതൊക്കെ അവൾ നനുത്ത പുഞ്ചിരിയോടെ ഓർത്തു. തേറാ പഴയ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരുന്ന അവൾ അവൻ്റെ ഒച്ചത്തിലുള്ള വിളി കേട്ട് ഞെട്ടിപ്പോയി. എന്താ അവൾ ഞെട്ടിക്കൊണ്ട് ചോദിച്ചു. വാ അവൻ അവളെ നോക്കി പറഞ്ഞു. എങ്ങോട്ട്? അവൾ സംശയത്തോടെ വീണ്ടും ചോദിച്ചു. നിന്റെ അപ്പൻ ഫ്രാൻസിസിന്റെ 2ാം കെട്ടിന്. അവൻ പുച്ഛത്തോടെ പറഞ്ഞു. ശരിക്കും? ആരാ കെട്ടുന്നേ? ഇച്ചായനറിയാവുന്ന ആരെങ്കിലും ആണോ? എൻ്റെ മമ്മി പപ്പ ഡിവോഴ്സ് ചെയ്തോ? എപ്പോഴായിരുന്നോ? അവൾ ഇളിച്ചു കാണിച്ചുകൊണ്ട് ചോദിച്ചു. മര്യാദക്കിറങ്ങി വാടി, അവൾ അങ്ങനെ കെട്ടിക്കാൻ നടക്കുന്നു. അവൻ ദേഷ്യത്തോടെ പറഞ്ഞതും അവൾ ചിരിച്ചുകൊണ്ട് അവൻ്റെ പുറകെ ചെന്നു. അതെ, അവൾ അവൻ്റെ കയ്യിൽ ഞോണ്ടി. എന്താ? അവൻ പുരികം പൊക്കി. ഇച്ചായ, അവൾ വീണ്ടും കൊഞ്ചലോടെ വിളിച്ചു. കാര്യം പറ സേറാ, അവൻ കുറച്ച് കനപ്പിച്ച് പറഞ്ഞു. എന്നോട് ദേഷ്യപ്പെടുവോ? അവൾ അവൻ്റെ ഷർട്ടിൻ്റെ താഴെ ചൂണ്ടുവിരൽ കൊണ്ട് കൈകൾ കറക്കി ചോദിച്ചു. സേറാ, എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. നീ കാര്യം പറയുന്നുണ്ടോ പുല്ലേ? അവൻ ദേഷ്യത്തോടെ പറഞ്ഞു. അതെ ഇച്ചായ, എൻ്റെ മുറിയിലുണ്ടല്ലോ ഒരു വലിയ ടെഡി ബിയർ ഇരിപ്പുണ്ട്. ഒന്നെടുക്കാൻ എന്തേലും മാർഗമുണ്ടോ? അവൾ നഖം കടിച്ചുകൊണ്ട് ചോദിച്ചു. അത് കേട്ട് അവൻ സംശയത്തോടെ അവളെ നോക്കി. പ്ലീസ്, എനിക്ക് അത് കെട്ടിപ്പിടിച്ച് കിടക്കാതെ ഉറക്കം വരില്ല, അതുകൊണ്ടാ പ്ലീസ്. അവൾ വീണ്ടും കൊഞ്ചി. ആഹാ, അത് വല്ലാത്ത ആഗ്രഹമാണല്ലോ. തൽക്കാലം നീ ഇന്ന് മുതൽ അതിനെ കെട്ടിപ്പിടിക്കാതെ കിടന്നുറങ്ങിയാൽ മതി. അവൻ മുണ്ട് മടക്കി കുത്തിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. ദുഷ്ടൻ ഒന്ന് സ്നേഹത്തോടെ കെട്ടിപ്പിടിക്കുകയില്ല, ബാക്കിയുള്ളൊരു പാവയെങ്കിലും കെട്ടിപ്പിടിച്ച് കിടക്കാമെന്ന് വിചാരിച്ചാൽ അതിന് സമ്മതിക്കില്ല. തിണ്ടി ചായൻ ഇങ്ങനെ കെട്ടാന്ന് സമ്മതിച്ചത് ഏത് നേരത്താണോ എന്തോ. അവൾ പിറുപിറുത്തു. വന്ന് വണ്ടി കയറി. അവൻ ഡ്രൈവർ സീറ്റിലേക്ക് കയറിയിരുന്നു കൊണ്ട് ദേഷ്യത്തോടെ പറഞ്ഞതും അവൾ കഥകടച്ചിട്ട് ഓടിച്ചെന്ന് കോ ഡ്രൈവർ സീറ്റിലേക്കും കയറി. ടാ ദേ, അവനെൻ്റെ മോളെ പേടിപ്പിച്ച് കൂടെ നിർത്തുക. അവൻ അവളോട് ദേഷ്യപ്പെടുന്നതൊക്കെ കണ്ടോ? നമ്മളവളെ ദേഷ്യത്തോടൊന്നും നോക്കുക കൂടി ചെയ്തിട്ടില്ല. അവനെ ജയിലിലാക്കിയതിൻ്റെ പക എൻ്റെ മോളെ വെച്ചിട്ട് അവൻ തീർക്കുന്നത്. ഇതെല്ലാം കണ്ടുകൊണ്ട് പുറത്തു നിൽക്കുകയായിരുന്ന ഫ്രാൻസിസ് യോസഫിനെ നോക്കി പറഞ്ഞു. നീ സമാധാനപ്പെട്, നമുക്ക് നോക്കാം. അയാൾ ഫ്രാൻസിസിനെ സമാധാനിപ്പിച്ചു. അതെ, പോകുന്ന വഴി എനിക്കൊരു മാംഗോ ബാർ വാങ്ങിച്ചു തരുമോ? ഒരുപാട് ദിവസമായി ഞാൻ കഴിച്ചിട്ട്. അവൾ അവൻ്റെ കയ്യിൽ ഞോണ്ടിക്കൊണ്ട് വീണ്ടും ചോദിച്ചു. നിനക്ക് ഞാൻ മാംഗോ ബാർ അല്ല, വേറെന്തേലും ആയിരിക്കും വാങ്ങിത്തരാൻ പോകുന്നത്. അവൻ കാറ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞു. എനിക്ക് മാംഗോ ബാർ മതി, വേറൊന്നും വേണ്ട. അവൾ വീണ്ടും കൊഞ്ചി. ദേ, നിന്റെ അപ്പനും എൻ്റെ ആജന്മ ശത്രുവും കൂടി നോക്കിക്കൊണ്ട് നിൽക്കുന്നു. അവരുടെ മുമ്പിൽ ഇങ്ങനെ ചിരിച്ച് കളിച്ചുകൊണ്ടിരിക്കെ. നിന്റെ ഈ സന്തോഷം കാണുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവും ഞാൻ വിളിച്ചിട്ടാണ് ഇറങ്ങി വന്നതെന്ന്. അവൻ അവളെ പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞതും അവളാണോ എന്നുള്ള രീതിയിൽ അവനെ നോക്കി. ഇപ്പം ശരിയാക്കി തരാം ഈ സേറയോട് അവരുടെ കളി. അതും പറഞ്ഞവൾ വിഷമം മുഖത്തണിഞ്ഞു. അവൻ അവളെ ഒന്ന് നോക്കിക്കൊണ്ട് കാറെടുത്തു. അവരുടെ അടുത്തുകൂടി കാറെടുത്തുകൊണ്ട് പോയതും അവൾ വിഷമത്തോടെ തലകുനിച്ചിരുന്നു. കാർ ഗേറ്റ് കടന്നതും അവൾ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ശ്വാസം എടുത്തു. അവളുടെ കാട്ടിക്കൂട്ടലുകൾ കണ്ടവന് ചിരി വരുന്നുണ്ടായിരുന്നു. പിന്നെ ഇപ്പം ചിരിച്ചാൽ അവളോട് കാണിക്കുന്നതെല്ലാം വെറും ഒരു അഭിനയമാണെന്ന് അവൾക്ക് മനസ്സിലാകുമെന്ന് അവൻ അറിയാവുന്നത് കൊണ്ട് തന്നെ അവൻ ദേഷ്യം ഭാവിച്ചിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു എൻ്റെ അഭിനയം? അവൾ അവനെ നോക്കി പുരികം പൊക്കി ചോദിച്ചു. സത്യം പറയട്ടെ, പരമ ബോറ്. ഇതിലും ഭേദം നീ അഭിനയിക്കാതിരിക്കുന്നതായിരുന്നു. കഷ്ടം. അവൻ പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ അവനെ നോക്കി മുഖം കോട്ടി കാണിച്ചുകൊണ്ട് പുറത്തേക്ക് നോക്കിയിരുന്നു.